ഒരിക്കലും എമ്പുരാൻ എന്ന് പറയുന്ന നമുക്ക് വളരെ ആവശ്യമുള്ള നമ്മുടെ മലയാളത്തിനെ വാനോളം ഉയർത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കൊന്നും ഒരിക്കലും ആ ഒരു ദിവസമൊന്നും ഒരിക്കലും അവർ പണിമുടക്കുകയോ ഒന്നും ചെയ്യില്ല. ആർട്ടിസ്റ്റുകൾക്ക് പ്രതിഫലം കുറയ്ക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിഫലം എന്ന് പറയുന്ന ആണല്ലോ അവരുടെ താരമൂല്യത്തെ ഉയർത്തുന്ന ഏറ്റവും വലിയ ഘടകം. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നവരാണ് ഏറ്റവും വലിയ താരമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളല്ലേ, അവർക്ക് കുറയ്ക്കണോ വേണ്ടയോ അല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് അവരുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അത് അവർ നമ്മളോടൊപ്പം നിന്ന് ഒരു പ്രൊജക്റ്റിന് വേണ്ടി ശ്രമിച്ചാൽ നല്ലത്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഇപ്പോൾ നിർമ്മാതാവ് എന്ന നിലയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം അറിയാതെ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാനും. പിന്നെ ഇപ്പോൾ ബിസിനസ്സൊക്കെ ഭയങ്കര ഡള്ളാണ്. അപ്പോൾ OTT സിനിമ പോകുന്നില്ല. അപ്പോൾ നമ്മളും 3 സിനിമകൾ, ഇപ്പോൾ ബാഡ് ബോയ്സ്, ഇത് മച്ചൻ്റെ മലക, ഇനി ഒരെണ്ണം ഇറങ്ങാനുണ്ട്, ഇടിമിന്നലും. അപ്പോൾ ഈ 3 സിനിമകൾ എടുത്ത് നമ്മൾ അത്യാവശ്യം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ ഞാൻ പറയുക, നമ്മളൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് അത് ഷോൾഡർ ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് ഒരു നിയമമാണ്. പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് അവിടെ അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവുക. ബാക്കി എല്ലാവരും എന്താ പറയുക, നമ്മളെ ഒന്നും ആ ഒരു ഫിനാൻഷ്യലി ആർക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് വൈസ് ഒന്നും ആർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. അതാണ് പ്രൊഡ്യൂസേഴ്സ്. അത് വെറുതെ ഒരു ഫേക്ക് ന്യൂസാണ്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല പ്രൊഡ്യൂസർ അസോസിയേഷനോ അല്ലെങ്കിൽ ഫിയോക്കോ അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സോ അങ്ങനെ ഒരു സംഘടനകളൊന്നും ഒരിക്കലും എമ്പുരാൻ എന്ന് പറയുന്ന നമുക്ക് വളരെ ആവശ്യമുള്ള നമ്മുടെ മലയാളത്തിനെ വാനോളം ഉയർത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയ്ക്കൊന്നും ഒരിക്കലും ആ ഒരു ദിവസമൊന്നും ഒരിക്കലും അവർ പണിമുടക്കുകയോ ഒന്നും ചെയ്യില്ല. അത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരു പണിമുടക്ക് അല്ലെങ്കിൽ സമരം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. പണിമുടക്ക് സമരം വന്നാലോ? അല്ല, അതിപ്പോൾ 27-ാം തീയതി ഒന്നും ഒരിക്കലും വരില്ല. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംഘടനയിലുണ്ടല്ലോ. ഞാൻ അമ്മയിലുണ്ട്, എൻ്റെ ഹസ്ബൻഡ് പ്രൊഡ്യൂസർ അസോസിയേഷനിലുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരാണ്. അപ്പോൾ നമ്മളല്ലാതെ എല്ലാവരും വേണം. നമുക്ക് താരങ്ങൾ വേണം, പ്രൊഡ്യൂസേഴ്സ് വേണം, എക്സിബിറ്റേഴ്സ് വേണം, എല്ലാ സംഘടന, ഡയറക്ടേഴ്സ് യൂണിയൻ, ഫെഫ്ക വേണം, എല്ലാവരും വേണം. അപ്പം ഒരിക്കലും നമുക്ക് മാത്രം നിന്നുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ മാത്രം സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. ആ പ്രശ്നങ്ങളെയൊക്കെ സോൾവ് ചെയ്ത് ഒരു എന്താ പറയുക, ഒന്നിച്ചിരുന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും. അതങ്ങനെ വരൂ. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സമരമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതിനൊക്കെ മുന്നേ തന്നെ പ്രശ്നമൊക്കെ സോൾവ് ആകും. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ആർട്ടിസ്റ്റുകൾ റെമ്യൂണറേഷൻ കൂടുതൽ മേടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ മൂവീസ് ചെയ്ത ചിത്രങ്ങളിലുള്ള ആർട്ടിസ്റ്റുകൾ എമൗണ്ട് കൂടുതൽ മേടിക്കാറുണ്ടോ? നമ്മളങ്ങനെയുള്ള ആർട്ടിസ്റ്റിനെ വെക്കാറില്ല. നമ്മളല്ലേ തീരുമാനിക്കുന്നത് ആരെ വെക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്. ഒരു സിനിമ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും ഇത്ര ബഡ്ജറ്റിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് പറ്റാത്ത താങ്ങാനാവാത്ത ആർട്ടിസ്റ്റിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അല്ലെ പല ആർട്ടിസ്റ്റുകളും നമ്മുടെ അടുത്ത് കുറച്ച് തരാമോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് തന്നവരുണ്ട്, കുറച്ച് തരാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത് പല വിധത്തിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടങ്ങളല്ലേ, അവർക്ക് കുറയ്ക്കണോ വേണ്ടയോ അല്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യണോ എന്നൊക്കെ ഉള്ളത് അവരുടെ തീരുമാനങ്ങളാണ്. അപ്പോൾ അത് അവർ നമ്മളോടൊപ്പം നിന്ന് ഒരു പ്രൊജക്റ്റിന് വേണ്ടി ശ്രമിച്ചാൽ നല്ലത്. പൈസ കുറച്ച് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിന്നാൽ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഇല്ലാണ്ടിരിക്കും. നിൽക്കാണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും, നമ്മളപ്പോൾ വേറെ ആർട്ടിസ്റ്റിലേക്ക് പോകും. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ പറയുക, ഈ ഒരുപാട് പൈസ ചോദിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ബിസിനസ് ഇല്ല. അപ്പം കുറച്ച് പേർക്കാണ് നമ്മുടെ മലയാളത്തിൽ ബിസിനസ് ഉള്ളത്. അതായത് നമ്മൾ വിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ചാനലുകാരെ അല്ലെങ്കിൽ OTT സിനിമ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പല പ്രൊഡ്യൂസേഴ്സ് ഇതിൻ്റെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതൊക്കെ. പിന്നെ ഇതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ഇതൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ്. ഇതിനെയൊക്കെ സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. അല്ല, അതെനിക്കറിയില്ല. ഞാൻ അതിനെ പറ്റിയിട്ടൊന്നും ആരോടും എനിക്ക് പക്ഷേ തോന്നുന്നത് ആർട്ടിസ്റ്റുകൾക്ക് പ്രതിഫലം കുറയ്ക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതിഫലം എന്ന് പറയുന്ന ആണല്ലോ അവരുടെ താരമൂല്യത്തെ ഉയർത്തുന്ന ഏറ്റവും വലിയ ഘടകം.
ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്നവരാണ് ഏറ്റവും വലിയ താരമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പം എല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ് ഉണ്ടല്ലോ. അപ്പം അതിപ്പോൾ പ്രൊഡ്യൂസേഴ്സിന് മാത്രം അതിനെ പറ്റിയിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. താരങ്ങളെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷെ നമുക്കത് അവരോട് പറഞ്ഞ് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ കുറച്ചേ പറ്റൂ എന്നൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല എന്താവും എന്നുള്ളത്. അപ്പോൾ അതെല്ലാവരോടും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കുറേ പേര് പറയും അങ്ങനെയുള്ളവരെ വെച്ചെടുത്താൽ മതി എന്ന് പറയും. അപ്പം ഞങ്ങളങ്ങനെയുള്ളവരെ വെച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ബിസിനസ് ഒന്നും നടക്കുന്നില്ലെങ്കിലും രണ്ടാമത്തെ സിനിമ നമ്മളിവിടെ റിലീസ് ചെയ്തിരിക്കുവാണ് വേൾഡ് വൈഡ്. അപ്പം ഇതെല്ലാം മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പേടിയുണ്ടോ ഇത്ര ഇറങ്ങി കഴിയുമ്പോഴത്തേനും ബിസിനസ് ആകില്ല? ഇല്ല, അത് ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞാണല്ലോ ഇറക്കിക്കൊണ്ട് വന്നത്. നമ്മളിതിപ്പോൾ വൺസ് ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇറക്കി വിടുക. അപ്പം ജനങ്ങളിലേക്ക് കൊടുക്കുക. അപ്പം ജനങ്ങൾ അതിനെ എന്താ പറയുക, ജനങ്ങൾക്ക് നല്ലതെന്ന് തോന്നി അവർ സ്വീകരിക്കും. ജനങ്ങളുടെ മേളിൽ എനിക്കൊരു കംപ്ലയിൻറ്റും ഇല്ല. നല്ല സിനിമകളെ, അവർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളെ അവർ സ്വീകരിക്കും. പിന്നെ കുറച്ച് റിവ്യൂവേഴ്സ് ഇരുന്നിട്ട് നെഗറ്റീവ് റിവ്യൂ ഇടുന്നവരുണ്ട്. അപ്പോൾ സിനിമേനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ അവർ ശ്രമിക്കാറുണ്ട് ഒരു പടം ഇറങ്ങുമ്പം. അപ്പോൾ അങ്ങനെയുള്ളവരോടും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു, അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സിനിമയെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു സാധനം, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലയോ എന്നൊക്കെ പറയാം, അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. പക്ഷേ അതിനെ കൊന്ന് കുഴിച്ചു മൂടാതിരിക്കുക. ഇതൊരു കലയാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിനിമയുടെ പ്ലോട്ട് പറയുന്ന ഒരു കാര്യം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ? ഇല്ല, എന്താ പ്ലോട്ട്? ഇവിടെ ബോബേട്ടൻ വിളിച്ചു, അബാമിന്റെ പടം, ഞാൻ പോകുന്നു, അഭിനയിക്കുന്നു. പ്ലോട്ട് നീ എനിക്ക് പിന്നെ പറഞ്ഞാൽ മതി. അല്ല, പടം കണ്ടില്ലേ ഇപ്പൊ? കാൽഭാഗം കണ്ടിടത്തോളം ഏതാ പോട്ടെ.